നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഗൾഫ് മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്നുണ്ട്. കുവൈറ്റിന് നേരെ കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. 42 ഡ്രോണുകളും 4 മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രാജ്യത്തെ ഊർജ ജല നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇതിനു പുറമെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഇറാൻ ആക്രമണം തുടർന്നിരുന്നു. 17 മിസൈലുകളും 35 ഡ്രോണുകളുമാണ് UAE വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ സൗദി അറേബ്യ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പാകിസ്ഥാൻ നടത്തിയ നിർണായകമായ മധ്യസ്ഥ ശ്രമങ്ങളെ രാജ്യം പ്രശംസിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫും സംയുക്തമായി നടത്തിയ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ടാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനും ഫലപ്രദമായ ഇടപെടലുകൾ ഈ സുപ്രധാന കരാറിലെത്തുന്നതിന്റെ വലിയ പങ്കു വഹിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അസ്ഥിരതയ്ക്ക് പരിഹാരം കാണുന്നതിനും മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് സൗദി അറേബ്യ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് സൗദി വ്യക്തമാക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ മേഖലയിൽ സുസ്ഥിരമായ സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും രാജ്യം വ്യക്തമാക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റങ്ങളും നയങ്ങളും അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായതായും ട്രംപും ഷഹബാസ് ഷെരീഫും അറിയിച്ചത്. ഈ കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ഥിരമായ സമാധാന കരാറിനായി ചർച്ചകൾ നടത്തും. കരാറിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായി തുറന്നുകൊടുക്കാൻ ഇറാൻ സമ്മതിച്ചു എന്നതാണ് വിവരം. ഏതായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്ക ഇറാൻ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ UAE സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കരാറിലെ വ്യവസ്ഥകളെ കുറിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇറാൻ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നുമാണ് UAEയുടെ ആവശ്യം. ഹോർമൂസ് കടലിടുക്ക് ഉപാധികളില്ലാതെ പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 40 ദിവസമായി ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ നാശനഷ്ടങ്ങൾക്ക് ഇറാൻ പൂർണ്ണ ഉത്തരവാദിയായിരിക്കണമെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ ഇറാൻ ബാധ്യസ്ഥരാണ് എന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേവലം വെടിനിർത്തൽ കൊണ്ട് പ്രശ്നം തീരില്ല എന്നും ഇറാന്റെ ആണവ പദ്ധതികൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, അവർ പിന്തുണയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികൾ അവസാനിപ്പിക്കാൻ സമഗ്രമായ നീക്കം അത്യാവശ്യമാണ്. കടൽ കൊള്ളയും സാമ്പത്തിക യുദ്ധവും ഇറാൻ അവസാനിപ്പിക്കണമെന്നും UAE ആവശ്യപ്പെടുന്നുണ്ട്. UAE ഈ യുദ്ധത്തിൽ ഒരു കക്ഷിയല്ല എന്നും മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി. യുദ്ധം ഒഴിവാക്കാൻ GCC തലത്തിലും ഉഭയകക്ഷി തലത്തിലും UAE നിരന്തരം നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 40 ദിവസത്തിനിടെ 2760 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ പ്രയോഗിച്ചത്. ഇത്തരം പ്രകോപനരഹിതമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് അത്യാവശ്യമാണ് എന്നാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്.